Hello students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 ഇന്റഗ്രൽസ് ചാപ്റ്ററിൽ എക്സസൈസ് 7.1 ക്വസ്റ്റ്യൻ നമ്പർ 1 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. ഓക്കെ, എന്താണ് നമുക്ക് ആന്റി ഡെറിവേറ്റീവ്? നമ്മൾ ഇന്റഗ്രൽസിനെ തന്നെ പറയുന്ന വേറെ പേരാണ് ആന്റി ഡെറിവേറ്റീവ്. അപ്പം ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് വി ഹാവ് ടു ഫൈൻഡ് ദ ആന്റി ഡെറിവേറ്റീവ് ഓഫ് ദ ഫ്ലോയിങ് ഫംഗ്ഷൻസ് എന്നാണ്. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ sin 2x ആണ്. ഓക്കെ അല്ലെ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുക? നമുക്ക് ഈ തന്നിരിക്കുന്ന എന്താണ്? dy by dx ആണ്. dy by dx ആണ് ഈ sin 2x എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, കാരണം എന്താണ്? ഇതിന്റെ ആന്റി ഡെറിവേറ്റീവ് എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താണ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഈ dx ആണ്, ഞാൻ അതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, സോ dy is equal to sin 2x dx. ഓക്കെ, ഡെറിവേറ്റീവ് ആണ് തന്നിട്ടുള്ളത്, നമ്മൾ അതിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്. ആന്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽസ് ആണ്, ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ നമ്മൾ തന്നിട്ടുള്ളത് dy by dx sin 2x ആണ്. ഓക്കെ അല്ലെ? ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ dx-നെ എന്താണ് ഈ എക്സിന്റെ അടുത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതി. ഇനി ഞാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇതിനെ ഞാൻ ഇന്റഗ്രേറ്റ്, നമ്മുടെ സിമ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ. ഓക്കെ അല്ലെ? ഇനി എന്താണ് ഇന്റഗ്രൽ ഓഫ് dy? dy എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 dy. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് 1 dy. ഇവിടെ dy ആണെങ്കിൽ y, 1നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? അതായത് നമ്മൾ ഇന്റഗ്രൽ ഓഫ് 1 dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x പ്ലസ് c ആണ്. 1ന്റെ കൂടെ dx ആണെങ്കിൽ x വരും, 1ന്റെ കൂടെ dy ആണെങ്കിൽ y പ്ലസ് c വരും. സോ ഇവിടെ 1 ആണ്, കൂടെ dy ആണ്, സോ y. ഓക്കെ അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു. ഓക്കെ, ഇനി എന്താണ് ഇന്റഗ്രൽ ഓഫ് sin 2x? സൈനിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ ഇടുന്നത്? മൈനസ് കോസ് ആണ് ഇടുന്നത്. സോ നമുക്ക് മൈനസ് കോസ് കൂടെ എന്താ കിടക്കുന്നത്? 2x ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഡിഫറൻസിയേഷന്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ x അല്ലാതെ വേറെ എന്ത് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? സോ ഇവിടെയും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുക. sin 2x ആണ്, സൈനിന്റെ കൂടെ x ആണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സൈനിന്റെ കൂടെ 2o അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂ ഉണ്ടല്ലോ സൈനിന്റെ കൂടെ കിടക്കുന്ന ഈ വാല്യൂനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ആൻസർ നമ്മൾ താഴെയാണ് ഡിവൈഡ് ചെയ്തിട്ടാണ് എഴുതുന്നത്. മനസ്സിലായല്ലോ? സോ 2x നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2 എന്ന് കിട്ടും അല്ലെ? സോ ആ 2 നമ്മൾ ഇവിടെയാണ് എഴുതുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ പ്ലസ് സി, അതായത് കോൺസ്റ്റന്റ്. മനസ്സിലായോ? സോ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, സൈൻ എക്സ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്താണ് ഈ 2ന്റെയും ഈ 2 ഇല്ല, അപ്പൊ ഈ 2ന്റെ ആവശ്യമില്ല. സൈനിന്റെ കൂടെ ഈ 2x കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ 2xനെ ഡിഫറൻഷിയേറ്റ് ആണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? എന്നിട്ട് അതിന്റെ ആൻസർ നമ്മൾ എന്ത് എഴുതും? ഡിവൈഡ് ചെയ്തിട്ട് എഴുതും. 2xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും അല്ലെ? എന്താ d by dx ഓഫ് 2x, 2 കോമൺ എടുക്കാം. അപ്പൊ d by dx ഓഫ് x ക്യാൻസൽ ആയി നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്? 2 അല്ലേ കിട്ടുന്നത്. സോ ആ 2നെ നമ്മൾ താഴെ വേണം എഴുതാൻ. പിന്നെ നമ്മുടെ കോൺസ്റ്റന്റ്, എന്താണ് കോൺസ്റ്റന്റ് വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, സോ പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ്? cos 3x. ഓക്കെ, സോ എന്താണ് ഇതിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. സോ ഈ തന്നിരിക്കുന്ന എന്താണ്? ഡെറിവേറ്റീവ് ആയിരിക്കും. സോ dy by dx എന്ന് പറഞ്ഞു കഴിഞ്ഞാല് cos 3x ആയിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? dy is equal to ഈ dx-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. സോ cos 3x dx ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ ഓഫ് dy എന്ന് വെച്ചാൽ എന്താണ്? y ആണ്. ഓക്കെ, y that is equal to cos 3x. cos x നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ ഇടുന്നത്? നിങ്ങൾ സൈൻ എഴുതാം, ഇന്റഗ്രൽ ഓഫ് cos x dx is equal to sin x plus c ആണ്. ഓക്കെ, സോ എന്താണ്? ഒറ്റ c എഴുതിയാൽ മതി കേട്ടോ, നമ്മൾ എല്ലാത്തിനും കൂടെ ഒറ്റ c എഴുതിയാൽ മതി. അതായത് ഇതിന്
എന്താണ് ഇപ്പം ഇതിന്റെ കൂടെ വേറെ വാല്യൂസ് ഉണ്ടെന്ന് വെച്ചോ, കോസ് 3x പ്ലസ് സൈൻ 4x അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരെയാണെങ്കിൽ ഇതിനും ഒരു സി എഴുതി ഇതിനും ഒരു സി സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ സി മതി, കോൺസ്റ്റന്റിന് ഒറ്റ സി മതി. ഓക്കെ അല്ലേ? സോ എന്താണ് കോസ് 3x ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് വരും? സൈൻ 3x വരും. ഓക്കെ അല്ലേ? ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ഇവിടെ x അല്ല 3x ആണ്. സോ 3x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. ആ 3 നമ്മൾ എവിടെ എഴുതുന്നത്? താഴെ പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ y. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. e raised to 2x. ഓക്കെ, അപ്പം dy by dx is equal to e raised to 2x. ഓക്കെ, ആന്റി ഡെറിവേറ്റീവ് കാണാൻ പോവാണ്. ആദ്യം ഞാൻ ഈ dx നെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ dy is equal to e raised to 2x dx. ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ എന്തൊരു y. ഓക്കെ, കാരണം 1 into dy എന്നാണ് അർത്ഥം. സോ y is equal to e raised to x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? e raised to x തന്നെയാണ്. ഓക്കെ, e raised to x ന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അല്ലേ? മറ്റേതിൽ നമ്മൾ എന്താണ് അങ്ങനെ തന്നെയായിരുന്നു അല്ലേ എഴുതുന്നത്? e raised to x ന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് e raised to x തന്നെയായിരുന്നു കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ്? e raised to x തന്നെയാണ്. ഇവിടെ e raised to x ന് പകരം 2x ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ x അല്ല, സോ ഈ കിടക്കുന്ന ടേമിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നിട്ട് അത് എവിടെ എഴുതും? ആൻസർ താഴെ എഴുതും. അതായത് 2x നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. സോ e raised to 2x by 2 പ്ലസ് c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, ax plus b the whole square. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് തന്നിട്ടുള്ളത്? dy by dx that is equal to ax plus b the whole square ആണ്. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? dy is equal to ax plus b the whole square dx എന്ന് എഴുതി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം ആണ്. ഇങ്ങനത്തെയൊക്കെ ഫോം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് a സ്ക്വയർ. a സ്ക്വയർ എന്ന് പറയുമ്പോൾ ax ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ എന്ത് വരും? a സ്ക്വയർ x സ്ക്വയർ പ്ലസ് 2ab. 2ax പ്ലസ് b അല്ലേ? 2ax പിന്നെ b ഉണ്ട് അല്ലേ? പ്ലസ് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ അല്ലേ? നെക്സ്റ്റ് ഇവിടെ b ആണ്, സോ b സ്ക്വയർ. ഓക്കെ, dx. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ഞാൻ ഇന്റഗ്രേഷൻ കൊടുക്കാൻ പോകണം. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ്? a സ്ക്വയർ എക്സ് സ്ക്വയർ dx. ഓക്കെ, പ്ലസ് ഇന്റഗ്രൽ ഓഫ് 2axb എല്ലാത്തിനെയും കൂടെ dx എഴുതാം കേട്ടോ. dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് d സ്ക്വയർ dx. ഓക്കെ, സോ ഇത് y ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് y ഈസ് ഈക്വൽ ടു. ഇനി എന്താണ് ഇവിടെ? എന്താ a സ്ക്വയർ എന്താണ്? കോൺസ്റ്റന്റ് അല്ല. ഞാൻ a സ്ക്വയറിനെ അങ്ങ് പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്? എക്സ് സ്ക്വയർ dx ഉണ്ട്. ഓക്കെ, പ്ലസ് ഇവിടെ എന്തൊക്കെയാ കോൺസ്റ്റന്റ്? 2ഉം aയും bയും കോൺസ്റ്റന്റ് ആണ് അല്ലെ? 2aയും bയും കോൺസ്റ്റന്റ് ആണ്. ബാക്കി x dx. ഓക്കെ, സോ പ്ലസ് b സ്ക്വയർ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ ഓഫ് ഒന്നും ഇല്ലല്ല 1 ഉണ്ട് അല്ലെ? 1 dx. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു a സ്ക്വയർ ഇൻടു x സ്ക്വയർ dx നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരുന്നത്? x സ്ക്വയർ ആണെങ്കിൽ പവർ എന്താണ്? 2 plus 1 divided by 2 plus 1 അല്ലേ? So into x raised to 2 plus 1 means 3 divided by 2 plus 1, that is 3 only. Okay അല്ലേ? Plus ഇവിടെ എന്താണ്? 2ab പുറത്ത് കിടപ്പുണ്ട്. x dx എന്ന് പറയുമ്പോൾ എന്താ? x എന്ന് വെച്ചാൽ x raised to 1 ആണ്. x raised to 1 plus 1 divided by 1 plus 1, that is x square by 2. Okay അല്ലേ? So plus b square 1 dx എന്ന് പറഞ്ഞാൽ എന്താ? x വരും. നമ്മുടെ c മറക്കാതെ എഴുതുക. ഒറ്റ c മതി, എല്ലാത്തിനും കൂടെ ഒറ്റ c മതി. ഓക്കെ, സോ ഇവിടെ എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും? തന്നെ ഇവിടെ നമുക്ക് ഇതിനെ കൂടെ കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കട്ട് ചെയ്തിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആൻസറിനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ,
അറേഞ്ച് ചെയ്തിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? therefore y is equal to x cube a square by 3 plus a b ഉണ്ട് x square ഉണ്ട്, a b ഉണ്ട് x square ഉണ്ട്, ഡിവൈഡ് ബൈ ഒന്നുമില്ല, പ്ലസ് b square x plus c. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, എന്താ നമ്മുടെ സ്റ്റെപ്പ്? ആദ്യം നമുക്ക് dy by dx എന്ന് എഴുതാം. dy by dx is equal to sin 2x minus 4e raised to 3x. ഓക്കെ, ഇനി എന്താ? dy is equal to, ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. sin 2x minus 4e raised to 3x dx. ഇന്റഗ്രേറ്റ് ചെയ്യാണ് ബോത്ത് സൈഡ്സ്. ഓക്കെ, ഇനി എന്താണ്? 1 dy എന്ന് പറഞ്ഞാൽ എന്താ? y. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതെന്താണ്? രണ്ട് ടേംസ് ഉണ്ട് അല്ലേ? സോ നമുക്ക് എന്താ? നമുക്ക് സെപ്പറേറ്റ് ഇന്റഗ്രൽ കൊടുക്കാം. അതായത് ഇന്റഗ്രൽ ഓഫ് സൈൻ 2x dx, ഓക്കെ, മൈനസ് integral of 4e raised to 3x dx. Okay, so that is equal to integral of sin 2x dx. Integral of sin എന്താണ്? ഇവിടെ sin എന്താ വരുന്നത്? നെഗറ്റീവ് ആണ്. So minus cos 2x divided by എന്ത് വരും? ഇതിന്റെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ 2 വരും. അത് എവിടെ എഴുതും? താഴെ എഴുതും. ഓക്കെ, ഒരു മൈനസ് ഉണ്ട്, ഈ 4 അങ്ങ് പുറത്ത് വരും. ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു 3x എന്നല്ല, ഈ 4 അങ്ങ് പുറത്ത് വരത്തില്ലേ? ഓക്കെ, അപ്പൊ ബാക്കി എന്തുണ്ട്? ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു 3x. ഇ റേസ് ടു എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഇ റേസ് ടു എക്സ് തന്നെ വരും. ഇവിടെ 3x ആണ്, സോ ഇ റേസ് ടു 3x തന്നെ വന്നു. ഡിവൈഡഡ് ബൈ ഇവിടെ എക്സ് മാത്രമല്ല 3x ഉണ്ട്, സോ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ദിസ്. ഓക്കെ, 3x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 3 കിട്ടും. ആ 3 ഇവിടെ നമ്മൾ എഴുതുക. ഓക്കെ, പ്ലസ് സി. എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കട്ട് ചെയ്യാനൊന്നും ഇല്ല. സോ ദിസ് ഇസ് അവർ ഫൈനൽ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, സോ എന്താണ് നമുക്ക് ചെയ്യാം? എന്താണ്? ഇന്റഗ്രൽ ഓഫ് dy is equal to, dy by dx എഴുതിയിട്ട് ചെയ്താലും കുഴപ്പമില്ല, ഞാൻ ഡയറക്റ്റ് ഇന്റഗ്രൽ ഓഫ് dy is equal to ഒരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഇന്റഗ്രൽ ഓഫ് dy is equal to ഇന്റഗ്രൽ ഓഫ് 4e raised to 3x plus 1 dx. ഓക്കെ അല്ലേ? സോ ഇന്റഗ്രൽ ഓഫ് dy എന്ന് വെച്ച് കഴിഞ്ഞാൽ y ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ രണ്ട് ടേം ഉണ്ട്, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് 4e raised to 3x dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 dx. ഓക്കെ, ദാറ്റ് ഈസ് 4 പുറത്ത് വരും. അപ്പൊ ബാക്കി എന്തുണ്ട്? ഇന്റഗ്രൽ ഓഫ് 3 ഇന്റഗ്രൽ ഓഫ് e raised to 3x dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 dx. ഓക്കെ, ദാറ്റ് ഈസ് 4 into e raised to 3x ന്റെ e raised to 3x തന്നെ 3x ആണ്. സോ എന്താണ്? ഡിവൈഡ് ബൈ ഒരു 3 വരും. ഓക്കെ അല്ലേ? പ്ലസ് 1 ഉം dx ഉം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ x ആണ്. x പ്ലസ് c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, സോ എന്താണ്? ഇന്റഗ്രൽ ഓഫ് dy is equal to ഇന്റഗ്രൽ ഓഫ് x square into x minus 1 by x square dx. ഓക്കെ അല്ലേ? സോ ഇനി എന്താണ്? നമുക്കാണെങ്കിൽ എന്താണ്? ഇത് x സ്ക്വയർ ആണ്. അപ്പം എനിക്ക് എന്താണ്? x സ്ക്വയറിനെ ക്യാൻസൽ ചെയ്യാം. എപ്പം? ഇവിടെ വെച്ച് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇതിന്റെ ഉള്ളിൽ LCM എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ x സ്ക്വയറിനെയും കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് x സ്ക്വയറിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടായാലും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാനിപ്പോ എന്താണ്? ഉള്ളിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാൻ പോവാണ്. സോ x സ്ക്വയർ ഇൻറ്റു x എന്ന് പറഞ്ഞാൽ x ക്യൂബ് മൈനസ് 1 ഉണ്ട് ഡിവൈഡഡ് ബൈ x സ്ക്വയർ. ഓക്കെ, ഇനി എന്താണ്? dx. മനസ്സിലായോ? ഇനി എന്താണ്? ഞാൻ x സ്ക്വയറിനെയും കൂടെ ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? ഇന്റഗ്രൽ ഓഫ് x ക്യൂബ് മൈനസ് 1 dx. ഇന്റഗ്രൽ ഞാൻ എന്താണ്? സെപ്പറേറ്റ് കൊടുക്കാൻ പോവാണ്. ഇന്റഗ്രൽ ഓഫ് x ക്യൂബ് dx മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 dx. ഓക്കെ അല്ലേ? സോ x ക്യൂബ് dx നെ നമുക്ക് എന്താ? x raised to 4 by 4
മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 dx എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് വരും. ഓക്കെ അല്ലേ? പ്ലസ് സി. ഇതാണ് നമ്മുടെ y. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് y is y. ഓക്കെ, y. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ax square plus bx plus c. എന്താ? ഫസ്റ്റ് ഇന്റഗ്രൽ ഓഫ് dy is equal to ഇന്റഗ്രൽ ഓഫ് ax square plus bx plus c dx. ഓക്കെ, നമുക്ക് സെപ്പറേറ്റ് ഇന്റഗ്രൽ കൊടുക്കാം. ഇന്റഗ്രൽ ഓഫ് ax square dx plus ഇന്റഗ്രൽ ഓഫ് bx dx. ഓക്കെ, ഇവിടെ ഓൾറെഡി എന്താണ് c ആണ്, പ്ലസ് ഇന്റഗ്രൽ ഓഫ് c dx. ഇത് കോൺസ്റ്റന്റ് ആണ് അല്ലെ, c dx. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനി ഓരോരുത്തരും നമ്മൾ എന്താ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് ax സ്ക്വയർ, a അത് കോമൺ എടുക്കാം, ഇന്റഗ്രൽ ഓഫ് x സ്ക്വയർ dx. ഓക്കെ, പ്ലസ് b കോമൺ എടുക്കാം, ഇന്റഗ്രൽ ഓഫ് x dx, പ്ലസ് c കോമൺ എടുക്കാം, ഇന്റഗ്രൽ ഓഫ് 1 dx. ഓക്കെ, ഇനി എന്താണ് a into x സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 3 divided by 3. ഓക്കെ, പ്ലസ് b ഉണ്ട്, x raised to 1 എന്ന് പറയുമ്പോൾ x raised to 2 by 2. ഓക്കെ, പ്ലസ് c into 1 dx എന്ന് പറയുമ്പോൾ എന്താണ് x വരും. ഓക്കെ, ഇനി നമുക്ക് എന്തുണ്ട്, ഒരു കോൺസ്റ്റന്റ് കൂടെ ഉണ്ട് അല്ലെ, പ്ലസ് c. ഓക്കെ, സോ ദിസ് ഈസ് ഓക്കെ. ഇവിടെ എന്താണ് ഇന്റഗ്രൽ ഓഫ് y എന്ന് പറഞ്ഞാൽ y ആണ്, ഇന്റഗ്രൽ ഓഫ് dy എന്ന് പറഞ്ഞാൽ y ആണ്. ഓക്കെ, സോ എന്താണ്, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. എന്താ? ഇന്റഗ്രൽ ഓഫ് dy is equal to ഇന്റഗ്രൽ ഓഫ് 2x square plus e raised to x dx. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് dy that is y. ഇന്റഗ്രൽ ഓഫ് dy എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 dy. ഓക്കെ, so 1 dy that is y is equal to, ഇതിനെ സെപ്പറേറ്റ് എടുക്കാൻ പോവാണ്, 2x square dx plus integral of e raised to x dx. Okay, so 2 പുറത്ത് വരും, integral of x square dx plus integral of e raised to x dx. Okay, so that is 2 into x square and x raised to 3 ഉണ്ട് by 3. Okay, plus e raised to x ന്റെ എന്താണ്, e raised to x തന്നെ, x ന്റെ കൂടെ കിടക്കുന്ന എന്താണ് 1 ആണ് കിടക്കുന്നത്. സോ എന്താണ്, നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് ഡിവൈഡ് ചെയ്ത് എഴുതണ്ട അല്ലേ. സോ പ്ലസ് 1 അതാ ചെയ്താൽ എന്താ, കൂടെ 1 ആണ് കിടക്കുന്നത്, താഴെ എന്താണ് 1 വരത്തുള്ളൂ. എക്സ് അല്ലേ, എക്സിന്റെ നമ്മൾ എന്താണ് dx by dx എന്ന് കഴിയുമ്പോൾ നമുക്ക് 1 അല്ലേ കിട്ടുന്നത്. സോ 1 വരത്തുള്ളൂ. സോ നമുക്ക് എന്താണ്, എക്സിന്റെ കൂടെ വേറെ എന്തെങ്കിലും വന്നാൽ മാത്രം നമ്മൾ താഴെ എഴുതിയാൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 10. root x minus 1 by root x the whole square. ഓക്കെ, ഞാൻ ഫസ്റ്റ് നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞില്ലേ, ഇത് a minus b the whole square ഫോം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാം. ഇന്റഗ്രൽ ഓഫ് dy is equal to integral of root x minus 1 by root x the whole square dx. Okay, എന്താ a minus b the whole square, a square minus 2ab plus b square. Okay, a square എന്ന് പറയുമ്പോൾ root x ആണ്, root x നെ സ്ക്വയർ ചെയ്താൽ നമുക്ക് x കിട്ടും, മൈനസ് 2 into a എന്ന് വെച്ചാൽ root x into b എന്ന് വെച്ചാൽ 1 by root x 2ab plus b square plus 1 by root x the whole square അല്ലേ, 1 by root x the whole square എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് 1 by x ആണ്. ഓക്കെ, എളുപ്പം 1 by x. അപ്പോൾ കഴിഞ്ഞു, എക്സ്പാൻഷൻ കഴിഞ്ഞു, dx. ഓക്കെ, സോ ഇന്റഗ്രൽ ഓഫ് ബ്രാക്കറ്റ് x മൈനസ്, എനിക്ക് റൂട്ട് എക്സിനെ കൂടെ ക്യാൻസൽ ചെയ്യാം, ബാക്കി എന്തുണ്ട് അവിടെ 2 ഉണ്ട്. ഓക്കെ, പ്ലസ് 1 by x ഉണ്ട്, dx ഉണ്ട്. ഓക്കെ, ഇനി എന്താണ്, എനിക്ക് സെപ്പറേറ്റ് കൊടുക്കാം, ഇവിടെ എന്താണ് y. ഓക്കെ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് x dx മൈനസ് ഇന്റഗ്രൽ ഓഫ് 2 dx. ഓക്കെ, പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 by x dx. ഓക്കെ അല്ലേ, സോ എന്താണ് ഇന്റഗ്രൽ ഓഫ് x dx, x means x raised to 1, so x square by 2. ഓക്കെ അല്ലേ, മൈനസ് 2 പുറത്ത് വരും, integral of dx means 1 dx, that is x. Okay, so 2x plus എന്താ
ഇന്റഗ്രൽ ഓഫ് 1 by x ലോഗ് മോഡ് എക്സ് അല്ലെ, നമ്മൾ ഫസ്റ്റ് ഫോർമുലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ എഴുതിയിരുന്നു അല്ലെ, പ്ലസ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി മറക്കരുത്, പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ഓക്കെ, എക്സ് ക്യൂബ് പ്ലസ് 5x സ്ക്വയർ മൈനസ് 4 by x സ്ക്വയർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഓക്കെ, സോ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ എക്സ് സ്ക്വയർ ഉണ്ട്, നമ്മൾ ഓരോ ടേമിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. നമുക്ക് എന്താണ് വേഗത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇന്റഗ്രൽ ഓഫ് ഡി വൈ is equal to integral of x cube plus 5x square minus 4 the whole divided by x square dx. ഓക്കെ, ഞാനിനി എന്ത് ചെയ്യാൻ പോവാണ്, ഇത് y എന്ന് വരും, ഇത് ഞാൻ ഓരോ ടേമിനെ എക്സ് സ്ക്വയർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അതായത് എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 5x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ, ഓക്കെ, മൈനസ് 4 divided by x square dx. ഓക്കെ, ഇനി എന്താണ് ഇത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിൽ എന്താണ് ഒരു എക്സ് വരും, എക്സ് സ്ക്വയറും പിന്നെ ഇവിടുത്തെ ഒരു എക്സ് സ്ക്വയറും പോയി ബാക്കി ഒരു എക്സ് വരും, പ്ലസ് ഇത് രണ്ടിടത്തും എക്സ് സ്ക്വയർ പോകും അല്ലെ, അപ്പൊ ബാക്കി എന്തുണ്ട് 5. ഇവിടെ എന്തുണ്ട് മൈനസ് 4 by x square dx. ഓക്കെ അല്ലെ, ഇനി ഞാൻ ഓരോന്നിനും സെപ്പറേറ്റ് ഇന്റഗ്രേഷൻ കൊടുക്കാൻ പോവാണ്. എക്സ് ഡി എക്സ് plus 5, okay, into integral of 5 into integral, okay, 5 ഇതിനകത്ത് കൊടുക്കാം. okay, 5 dx മനസ്സിലായല്ലോ, മൈനസ് എന്താ ഇന്റഗ്രൽ ഓഫ് 4 by x square dx. ഓക്കെ അല്ലേ, ഇനി എന്താണ് x dx എന്താ പറയാ x square by, ഓക്കെ, പ്ലസ് 5 എന്ന് വെച്ചാൽ 5 dx എന്ന് പറഞ്ഞാൽ എന്താണ് 5 പുറത്ത് വരുമ്പോൾ ബാക്കി എന്തുണ്ട് 1 dx, അപ്പൊ എന്താണ് 5x മൈനസ് ഇതെങ്ങനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ പാടായിട്ട് തോന്നുന്നു, എളുപ്പമാണ്. 4 ഇൻറ്റു ഞാൻ ഈ എക്സ് സ്ക്വയറിനെ എന്താ മുകളിൽ കൊണ്ടുവരാൻ പോവാണ്, അപ്പൊ എന്ത് വരും x⁻² എന്ന് വരും. ഓക്കെ, dx. ഓക്കെ, സോ ബാക്കി എന്ത് വരും, റബ്ബ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 5x ഉണ്ട്. ഓക്കെ, മൈനസ് 4 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് x⁻4 ഞാൻ പുറത്തെടുത്തു. ഓക്കെ, മൈനസ് ഉണ്ട് 4 പുറത്തെടുത്തു, x⁻²- dx. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും ഞാൻ ഓരോരോ സ്റ്റെപ്പ് ക്ലിയർ ആകാൻ വേണ്ടിയാണ് ഇത്രയ്ക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത് കേട്ടോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു x square by 2 plus 5x minus 4 into integral of x⁻² നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, x⁻, നമ്മൾ എന്താണ് പവറിന്റെ കൂടെ 1 ആഡ് ചെയ്യും, പിന്നെ അതേപോലെ തന്നെ താഴെയും ഡിവൈഡ് ചെയ്യും, അത്രയല്ലേ ഉള്ളൂ, പ്ലസ് ഒരു സിയും കൂടെ കൊടുക്കും. ഓക്കെ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ ബാക്കി എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു x square by 2 plus 5x minus 4 x⁻² plus 1 means minus 1 divided by minus 1. Okay, plus c. ഈ -1 എന്താണ് ന്യൂമറേറ്ററിൽ കൊടുത്താലും ഒരേപോലെ തന്നെ എഫക്റ്റ് അല്ലേ. സോ ഈ -1 എന്താണ് ഞാൻ മുകളിലേക്ക് കൊടുക്കാൻ പോവാണ്. x² by 2 plus 5x plus 4x⁻1 നമുക്ക് എന്ത് എഴുതാം, x⁻1 തന്നെയാണ് 1 by x. ഓക്കെ, സോ ഞാൻ എന്താണ് എക്സ് താഴെ കൊണ്ടുപോയി 4 by x എന്ന് കൊണ്ടുപോയി. ഓക്കെ, പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 12. Okay, x³ plus 3x plus 4 the whole divided by root x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എന്താണ് നമുക്കൊരു കാര്യം ചെയ്യാം, റൂട്ട് എക്സിന് വരെ നമുക്ക് x⁻1/2 എന്ന് കൊടുക്കാം, എന്നിട്ട് നമുക്ക് ഓരോ ടേം ആയിട്ട് എന്താണ് x⁻1/2 ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ എന്താണ് ഫസ്റ്റ് integral of dy is equal to integral of x³ plus 3x plus 4 the whole divided by x⁻1/2 dx. ഇനി ഞാൻ എന്താണ് ഓരോന്നിനും ഡിവൈഡ് ചെയ്യാൻ പോവാണ്, x³ by x⁻1/2. ഓക്കെ, അപ്പോൾ നമുക്ക്
സ്പ്ലിറ്റും കൂടെ ചെയ്തേക്കാം അല്ലെ, ഡി എക്സ് സ്പ്ലിറ്റും കൂടെ ചെയ്തേക്കാം. ഓക്കെ, പ്ലസ് ഇന്റഗ്രൽ ഓഫ് 3x by x raised to 1 by 2 dx plus integral of 4 divided by x raised to 1 by 2 dx. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എന്താണ്, ഇതിന് വരെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് റേസ് ടു 1 by 2 നമുക്ക് ഇൻറ്റു എക്സ് റേസ് ടു -1 by 2 എഴുതിക്കൂടെ. അതായത് എക്സ് റേസ് ടു 1 by 2 താഴെയാണ്, മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് വരും. ഓക്കെ, dx plus integral of 3x into ഇവിടെ x raised to -1 by 2 dx. Okay, plus integral of 4 into x raised to -1 by 2 dx. Okay അല്ലേ? ഇനി എന്താണ് നമുക്ക് എന്താ x raised to m into x raised to n is x raised to m plus n. So 3 plus -1 by 2 which means 3 minus 1 by 2. Okay, 3 minus 1 by 2 എന്താ, 3 2s are 6. 6 minus 1 is 5. 5 by 2 എന്ന് വരും. ഓക്കെ, സോ എക്സ് റേസ് ടു 5 by 2. ഓക്കെ അല്ലേ? സോ dx പ്ലസ് ഇവിടെ എന്താ ഒരു 3 ഉണ്ട്, അത് പുറത്ത് കിടക്കട്ടെ. ഇവിടെ എന്താണ് എക്സ് റേസ് ടു എന്ത് വരും, 1 മൈനസ്, അതായത് എക്സ് റേസ് ടു 1 ആണ് ഇവിടെ ഉള്ളത്. എക്സ് റേസ് ടു 1 minus 1 by 2. 1 ഇത് ഹാഫ് പോയ എന്താണ് ഹാഫ്. ഓക്കെ, സോ എന്താണ് എക്സ് റേസ് ടു 1 by 2 വരും. ഓക്കെ, dx പ്ലസ് ഇവിടെ ഒരു 4 ഉണ്ട്, അതിനെ പുറത്തിട്ടു. എക്സ് റേസ്ഡ്, ഓക്കെ അതിനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, -1 by 2 dx. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ്, ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലേ. പിന്നെ അറേഞ്ച് ചെയ്തു, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു x raised to 5 by 2 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ഇടുന്നത്, x raised to 5 by 2 plus 1. Okay, 5 by 2 plus 1 എന്ന് പറഞ്ഞാൽ എന്താ, 5 plus 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 5 plus 2 by 2 എന്ന് വരും. ദാറ്റ് ഈസ് 7 by 2. ഓക്കെ അല്ലേ? സോ ഇതിന് വരെ എന്താണ് x raised to 7 by 2 ഡിവൈഡഡ് ബൈ എന്ത് വരും, ഒരു 7 by 2 കൂടെ വരും. ഓക്കെ, പ്ലസ് 3 into x raised to 1 by 2. x raised to 1 by 2 നെ ചെയ്യുമ്പോൾ 1 by 2 plus 1 divided by 1 by 2 plus 1 എന്താ 3 by 2. Okay, so 3 x raised to 3 by 2 divided by 3 by 2. Okay അല്ലേ? ഇനി എന്തുണ്ട്, പ്ലസ് 4 into x raised to -1 by 2 ആണ്. So x raised to -1 by 2 plus 1, അതായത് 1 minus 1 by 2, that is half only. Okay, so x raised to 1 by 2 by 1 by 2 plus c. നമുക്ക് ഇതിനെ എല്ലാത്തിനും ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, സോ ഇവിടെ എന്താണ് എക്സ് റേസ് 7 by 2 by 7 by 2. ഓക്കെ, അപ്പൊ ഈ 2 by 7 അല്ലെ, 7 by 2 എന്താ മുകളിൽ വരും, അപ്പൊ 2 by 7 ആവും. എക്സ് റേസ് ടു 7 by 2. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് മനസ്സിലായല്ലോ. അതായത് എക്സ് റേസ് ടു 7 by 2 എന്ന് വെച്ചാൽ എക്സ് റേസ് 7 by 2 മാത്രമാണ്, വിച്ച് മീൻസ് എക്സ് റേസ് 7 by 2 ഡിവൈഡ് ബൈ 1 ഡിവൈഡ് ബൈ ഒരു 7 by 2 കൂടെ ഉണ്ട് അല്ലേ, ഇവിടുത്തെ ഒരു 7 by 2 കൂടെ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും, എക്സ് റേസ് ടു 7 by 2 by 1 into ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2 by 7 അതാണ് 2 by 7 എക്സ് റേസ് ടു 7 by 2 എന്ന് വന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ്, പ്ലസ് ഇവിടെ അതുപോലെ വരും. 3 by 2 എന്താവും, 2 by 3 ആവും. ഇവിടെ ഓൾറെഡി എന്താണ് ഒരു 3 ഉണ്ട്, എക്സ് റേസ് ടു 3 by 2. ഓക്കെ, പ്ലസ് ഇവിടുത്തെ 1 by 2 ആണ്. സോ മുകളിൽ വരുമ്പം 2, പിന്നെ എന്തുണ്ട് ഒരു 4 എക്സ് റേസ് ടു 1 by 2 പ്ലസ് സി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 by 7 എക്സ് റേസ് ടു 7 by 2. ഓക്കെ, പ്ലസ് ഈ 3 കൂടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് 2 എക്സ് റേസ് ടു 3 by 2 പ്ലസ് 8 എക്സ് റേസ് ടു 1 by 2 എന്ന് വരാം. റൂട്ട് എക്സ് എന്ന് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ റൂട്ട് എക്സ് എന്ന് കൊടുത്തു. എക്സ് റേസ് ടു 1 by 2 is equal to root x only. Okay, പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ദിസ് ഈസ് our y. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 13. x cube minus x square plus x minus 1 divided by x minus 1. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇന്റഗ്രൽ dy is equal to ഇന്റഗ്രൽ ഓഫ് x cube minus x square plus x minus 1 all divided by x minus 1 dx. നമ്മൾ നോക്കുന്ന സമയത്ത് താഴെ ഒരു x minus 1 ഉണ്ട്. സോ
സോ നമുക്ക് എങ്ങനെയെങ്കിലും ഈ എക്സ് മൈനസ് വണ്ണിനെ കളയാൻ വേണ്ടിയുള്ള മാർഗം നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ടേമിൽ നിന്നും ഒരു എക്സ് സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എക്സ് മൈനസ് വണ്ണ് ഉള്ളിൽ കിട്ടും. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എക്സ് സ്ക്വയർ കോമൺ എടുക്കുകയാണ്. അപ്പൊ ബാക്കി ഇവിടെ ഉണ്ട് എക്സ് ഉണ്ട് അല്ലെ, മൈനസ് എന്താ 1 ഉണ്ട്. മനസ്സിലായല്ലോ, ഇവിടെ നിന്നാണ് കോമൺ എടുക്കുന്നത് 1 തന്നെ, അതായത് എക്സ് മൈനസ് 1 തന്നെ ഉള്ളിൽ വരും. മനസ്സിലായല്ലോ. ഓക്കെ, സോ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 dx. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ്, ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് എക്സ് മൈനസ് 1 കോമൺ എടുക്കാം, ഇവിടുന്ന് എക്സ് മൈനസ് 1 കോമൺ എടുത്തിട്ട് എനിക്ക് ഈ എക്സ് മൈനസ് 1 ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്തു, എക്സ് മൈനസ് 1 അങ്ങ് പുറത്തെടുത്തു. ഓക്കെ, അപ്പം എക്സ് മൈനസ് 1 പുറത്തെടുത്തപ്പോൾ ഇവിടെ എന്തുണ്ട്, എക്സ് സ്ക്വയർ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ പ്ലസ് 1, ഇവിടെ 1 അല്ലേ ഉള്ളൂ. ഓക്കെ, അത് അതുപോലെ എഴുതി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 dx. ഇനി നമുക്ക് എന്താ, ഈ എക്സ് മൈനസ് 1 എക്സ് മൈനസ് 1 കൂടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇവിടെ y ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 dx. വളരെ എളുപ്പമായല്ലേ. ഇനി ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്, നമുക്ക് സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 dx. ഓക്കെ, എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് ക്യൂബ് ബൈ 3. ഓക്കെ, പ്ലസ് 1 dx എന്ന് പറയുമ്പോൾ എക്സ് കിട്ടും, എക്സ് പ്ലസ് സി. ഓക്കെ, ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14. 1 മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് dx. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ്, ഇന്റഗ്രൽ dy is equal to ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് dx. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, റൂട്ട് എക്സിന് പകരം എക്സ് റേസ് ടു 1/2 എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഞാൻ ഈ റൂട്ട് എക്സിന് പകരം ഞാൻ എന്ത് എഴുതാൻ പോവാണ്, എക്സ് റേസ് ടു 1/2 എന്ന് എഴുതി. ഇനി എന്താ, എക്സ് റേസ് ടു 1/2 ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എക്സ് റേസ് ടു 1/2 ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിൽ എന്താണ്, this one into this one minus this one into this one. Okay, so x raised to 1/2 minus ഇത് x raised to x എന്ന് പറഞ്ഞാൽ x raised to 1, x raised to 1 into x raised to 1/2 dx എന്നാണ് വരുന്നത്. Okay, that is equal to integral of x raised to 1/2 minus, okay, ഇവിടെ എന്താണ് 1, x raised to m into x raised to 1 is x raised to m plus n, that is 1 plus 1/2, 1 plus 1/2 എന്താണ് 3/2 ആണ്. Okay, minus x raised to 3/2 dx. ഓക്കെ അല്ലേ, സോ ഇവിടെ എന്താണ് y. ഓക്കെ, ഇനി എന്താണ്, ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്, x raised to 1/2 dx മൈനസ് ഇന്റഗ്രൽ ഓഫ് x raised to 3/2 dx എന്ന് വരും അല്ലേ. സോ ദാറ്റ് ഈസ് x raised to 1/2 നെ x raised to 1/2 plus 1, that is x raised to 3/2. x raised to 3/2 divided by 3/2. ഓക്കെ അല്ലേ, മൈനസ് x raised to 3/2 plus 1 അല്ലെ, 3/2 plus 1 എന്ന് പറയുമ്പോൾ 3 plus 2/2, that is 5/2 അല്ലെ, x raised to 5/2 by 5/2. ഓക്കെ, പ്ലസ് സി. നമുക്ക് ജസ്റ്റ് ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ therefore y is equal to ഈ 3/2 എന്താണ്, മുകളിൽ വന്നിട്ട് 2/3. അത് എങ്ങനെയാ വരുന്നത് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നില്ലേ. അപ്പൊ 2/3 x raised to 3/2 അതുപോലെ എഴുതി, മൈനസ് 5/2 എന്താവും 2/5 x raised to 5/2 വരും, പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 15. ഓക്കെ, സോ എന്താണ് വരുന്നത്, ഇന്റഗ്രൽ dy is equal to ഇന്റഗ്രൽ ഓഫ് root x into 3x square plus 2x plus 3 dx. ഓക്കെ, സോ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് എന്താ, റൂട്ട് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം, എക്സ് റേസ് ടു 1/2 എന്ന് എഴുതി കൂടെ. സോ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതി. ഓക്കെ, ഇൻറ്റു 3x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 dx. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സ് റേസ് ടു 1/2 ഉള്ളിലേക്ക് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ 3x സ്ക്വയർ ഉണ്ട് ഇൻറ്റു എക്സ് റേസ് ടു 1/2, നമുക്ക് അങ്ങ് സ്പ്ലിറ്റും കൂടെ ചെയ്തേക്കാം അല്ലെ. അപ്പൊ dx സ്പ്ലിറ്റ് ചെയ്തേക്കാം. ഓക്കെ, പ്ലസ് ഇന്റഗ്രൽ ഓഫ് 2x ഇൻറ്റു എക്സ് റേസ് ടു 1/2 dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് 3x റേസ് ടു 1/2 dx. ഓക്കെ അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 നമുക്ക് പുറത്തുണ്ട്, x സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ടു
3 പുറത്തെടുത്തു. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ടു 1/2. അതായത് എന്താണ്, ഇവിടെ 2 ആണ്, ഇവിടെ 1/2 ആണ്. അതായത് 2 പ്ലസ് 1/2. ദാറ്റ് ഇസ് 2 2s are 4 പ്ലസ് 1/2. ദാറ്റ് ഇസ് 5/2. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഇസ് എക്സ് റേസ് ടു 5/2. ഓക്കെ, dx പ്ലസ് 2 പുറത്ത് എടുക്കട്ടെ, ഇന്റഗ്രൽ ഓഫ് ഇവിടെ എന്താണ് 1 ഉം 1/2. ദാറ്റ് ഇസ് 1 പ്ലസ് 1/2 is 3/2. എക്സ് റേസ് ടു 3/2 dx പ്ലസ് 3 പുറത്ത് എടുക്കട്ടെ, ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു 1/2 dx. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഇസ് 3 ഇൻറ്റു എക്സ് റേസ് ടു 5/2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5/2 പ്ലസ് 1. 5/2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 5/2 പ്ലസ് 1. ദാറ്റ് ഇസ് 5 plus 2/2, that is 7/2. Okay, so 3 into x raised to 7/2 by 7/2 വരും. Okay അല്ലേ? Plus 2 into x raised to 3/2. 3/2 plus 1 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 3/2 plus 1, that is 3 plus 2/2, that is 5/2. So 2 into x raised to 5/2 divided by 5/2. Okay, plus 3 into x raised to 1/2 plus 1 എന്ന് പറഞ്ഞാൽ 3/2 വരും അല്ലേ? സോ x raised to 3/2 by 3/2. ഇനി നമ്മൾ എന്താണ്, ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതിയാൽ നമ്മുടെ ആൻസർ ആയി അല്ലേ? സോ നമുക്ക് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 7/2 മുകളിൽ വരും അല്ലേ? 3 into 7/2 2/7. x raised to 7/2. Okay, plus 2 into 5/2 എന്ത് വരും? 2/5. x raised to 5/2 plus 3 into 3/2 എന്ത് വരും? 2/3. x raised to 3/2. അയ്യോ, ഞാൻ c മറന്നല്ലോ. plus c. Okay, plus c. Okay, so എന്താണ്? 3 2s are 6. 6/7 x raised to 7/2 plus 2 2s are 4. 4/5 x raised to 5/2 plus 3 3 cancel ആകാം. Okay, 3 3 cancel ആകുമ്പോൾ 2x raised to 3/2 plus c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 16. ഓക്കെ, 2x minus 3 cos x plus e raised to x dx. എന്താണ്? എളുപ്പമാണ്. ഇന്റഗ്രൽ ഓഫ് y, സോറി, ഇന്റഗ്രൽ ഓഫ് y ഇല്ല, ഇന്റഗ്രൽ ഓഫ് dy. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 2x minus 3 cos x plus e raised to x dx. ഇത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തണ്ട, നമുക്ക് ഡയറക്റ്റ് ഓരോരോ ടേമിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇന്റഗ്രൽ ഓഫ് 2x dx minus integral of 3 cos x plus integral of e raised to x dx. സിമ്പിൾ അല്ലേ? ദാറ്റ് ഇസ് 2 പുറത്തുണ്ട്. ഇന്റഗ്രൽ ഓഫ് x dx എന്ന് പറഞ്ഞാൽ എന്താണ്? x²/2 വരും. ഓക്കെ, മൈനസ് 3 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് cos x is sin x പ്ലസ് e raised to x ന്റെ ഇന്റഗ്രൽ e raised to x തന്നെ. ഇവിടെ എന്താണ്? ബൈ. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, 2 ഉം 2 കൂടെ ക്യാൻസൽ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഓക്കെ, സോ നമുക്ക് എന്താണ്? ഇന്റഗ്രൽ ഓഫ് dy is equal to ഇന്റഗ്രൽ ഓഫ് 2x² minus 3 sin x, ഓക്കെ, പ്ലസ് 5 root x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? x raised to 1/2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? സോ dx. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഇസ്, ഇനി നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാം. ഇന്റഗ്രൽ ഓഫ് 2x² dx മൈനസ്, ഓക്കെ, ഇന്റഗ്രൽ ഓഫ് 3 sin x, ഓക്കെ, പ്ലസ് sin x dx എഴുതില്ല, dx നിങ്ങൾ മറക്കാതെ എഴുതണേ. ഓക്കെ, പ്ലസ് ഇന്റഗ്രൽ ഓഫ് 5x raised to 1/2 dx. ഓക്കെ, സോ ദാറ്റ് ഇസ് 2 ഉണ്ട്. x² എന്താണ്? x raised to 3/3 വരും. ഓക്കെ അല്ലേ? മൈനസ് 3 പുറത്തുണ്ട്. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്താണ്? മൈനസ് കോസ് എക്സ് ആണ്. സോ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ പ്ലസ് ആയി കോസ് എക്സ് എഴുതി. ഓക്കെ, പ്ലസ് 5 ഉണ്ട്. എക്സ് റേസ് ടു 1/2. എക്സ് റേസ് ടു 1/2 പ്ലസ് 1, ദാറ്റ് ഇസ് എക്സ് റേസ് ടു 3/2. സോ 3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് സി. ഓക്കെ, ഇവിടെ ഒരു എക്സ് റേസ് ടു ഞാൻ എഴുതാൻ മറന്നുപോയി. എക്സ് റേസ് ടു 3/2 ബൈ 3/2.
ഓക്കെ, സോ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം 2x³ 3 + 3 cos x. ഓക്കെ, പ്ലസ് ഇവിടെ എന്താണ് ഓൾറെഡി എന്താണ് ഒരു 5x⁵3/2 ഉണ്ട്. സോ എന്താണ് 2/3 × 5x⁵3/2 ഉണ്ട്. ഓക്കെ, പ്ലസ് സി. സോ 5 2s are 10. അപ്പൊ ഇതിന് വരെ നമുക്ക് എന്ത് എഴുതാം 10/3 എന്ന് എഴുതാം അല്ലേ. സോ ദാറ്റ് ഈസ് 10/3. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Question number 18. Okay, integral of sec x into sec x plus tan x dx. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഈ സീക്ക് എക്സിന് നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് sec² x ഇന്റഗ്രൽ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് അകത്തേക്ക് പോകുമ്പോൾ sec x tan x. സോ sec x tan x നും എന്താണ് ഇന്റഗ്രൽ ഉണ്ട്. സോ നമുക്ക് എന്താണ് അതാണ് നമ്മുടെ ഏറ്റവും നല്ല മാർഗം. ഓക്കെ, സോ ഇന്റഗ്രൽ ഓഫ് dy. ഓക്കെ, dy is equal to integral of sec x into sec x ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് sec x മൾട്ടിപ്ലൈ ചെയ്യുക sec² x പ്ലസ് എന്താണ് sec x tan x dx. ഓക്കെ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് sec² x dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് sec x tan x dx. ഓക്കെ, എന്താ sec² x നെ ഇന്റർപ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് tan x. ഓക്കെ, tan x ഇന്റഗ്രൽ ഓഫ് sec² x is tan x. tan x നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും sec² x കിട്ടും. ഓക്കെ, സോ പ്ലസ് sec x tan x എന്തിന്റെയാ sec x ന്റേത്. ഓക്കെ, പ്ലസ് c y. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 19. Integral of sec² x by cosec² x dx. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് സീക്കിനെ നമുക്ക് എന്ത് എഴുതാം 1/cos എന്ന് എഴുതാം. കൊസീക്കിനെ നമുക്ക് എന്ത് എഴുതാം 1/sin എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് എഴുതി നോക്കാം എന്തെങ്കിലും എന്താ ശരിയാവുന്നുണ്ടോ. ഓക്കെ, സോ ഇന്റഗ്രൽ ഓഫ് dy is equal to ഇന്റഗ്രൽ ഓഫ് സീക്കിനെ ഞാൻ 1/cos² x ഡിവൈഡഡ് ബൈ കൊസീക്കിനെ ഞാൻ 1/sin² x എന്നും എഴുതി. വലിയൊരു ഇന്റഗ്രേഷൻ എടുക്കണേ. ഓക്കെ, സോ ഇനി എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇതെന്താണ് 1/cos² x ഇൻറ്റു ഇതിനെ നമ്മൾക്ക് എന്താണ് റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇൻറ്റു sin² x ബൈ 1 dx എന്ന് എഴുതിക്കൂടെ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് sin² x ബൈ cos² x dx. എന്താണ് sin² x by cos² x? tan² x. That is integral of y. Okay, so y is equal to integral of tan² x dx. tan² x ന് എന്താണ് ഡയറക്റ്റ് നമുക്ക് ഇന്റഗ്രൽ എടുക്കാൻ പറ്റത്തില്ല, പക്ഷെ sec² x ആയിരുന്നെങ്കിൽ പറ്റിയേനെ. ഓക്കെ, സോ അപ്പൊ നമുക്ക് ടാനിനെ സീക്കിന്റെ ടേംസിൽ എഴുതാം. എന്താ നമുക്കറിയാം 1 + tan² x എന്ന് പറഞ്ഞാൽ sec² x ആണ്. സോ tan² x is equal to sec² x minus 1 എന്ന് നമുക്ക് എഴുതാമല്ലോ. ഓക്കെ അല്ലേ, സോ നമ്മൾ അതെന്താണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ tan² x ന് വരെ നമ്മൾ എന്താ sec² x minus 1 എന്ന് എഴുതാൻ പോവാണ്. സോ ഇന്റഗ്രൽ ഓഫ് sec² x minus 1 dx. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് സെപ്പറേറ്റ് ഞാൻ ഇന്റഗ്രൽ കൊടുക്കാൻ പോവാണ്. സോ ഇന്റഗ്രൽ ഓഫ് sec² x dx മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 dx. ഓക്കെ, ദാറ്റ് ഈസ് y. y is equal to sec² x നെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും tan x. സോ tan x minus 1 dx എന്ന് പറഞ്ഞാൽ x പ്ലസ് c. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 20. Integral of 2 minus 3 sin x divided by cos² x dx. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്റഗ്രൽ ഓഫ് dy is equal to ഇന്റഗ്രൽ ഓഫ്. ഓക്കെ, സോ ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് അതായത് ഓരോന്നിനും cos² x കൊടുക്കാൻ പോകണം 2/cos² x. കാരണം എന്റെ മനസ്സിലുണ്ട് 1/cos² x എന്ന് വെച്ചാൽ sec² x ഉണ്ടല്ലോ. sec² x ന് എനിക്ക് എന്താ ഡയറക്റ്റ് എന്താണ് ഇന്റഗ്രൽ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് tan x എന്ന് എഴുതാമല്ലോ. അപ്പൊ അതാണ് എന്റെ ലക്ഷ്യം. ഓക്കെ, 2/cos² x. ഓക്കെ, സോ ഇനി എന്താണ് മൈനസ് ഉണ്ട് 3 sin x
ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ? സോ ഇതിന് എനിക്ക് എന്താണ് 2sec സ്ക്വയർ എക്സ് എന്ന് ഞാൻ എഴുതി മൈനസ് 3 ഇൻറ്റു ഇവിടെ എന്താണ് കോസ് സ്ക്വയർ എക്സിനെ എനിക്ക് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അതിൽ നിന്നും ഒരു സൈൻ എക്സ് ബൈ കോസ് എക്സിനെ എനിക്ക് ടാൻ എക്സ് എന്നും ഒരു 1 ബൈ കോസ് എക്സിനെ എനിക്ക് എന്ത് എഴുതാം സീക്ക് എക്സ് എന്ന് എഴുതിക്കൂടെ? ഓക്കെ, സോ എന്ത് എഴുതാം 3 ഇൻറ്റു 1 ബൈ കോസ് എക്സ് എന്താണ് സീക്ക് എക്സ്, ഇതെന്താണ് ടാൻ എക്സ്. ഓക്കെ, ഡി എക്സ്. ഓക്കെ, ഇതിനോട് എനിക്ക് എന്താണ് ഇതിനെ രണ്ടിനെ എന്താണ് ഡയറക്റ്റ് ഇന്റഗ്രൽ എടുക്കാം. ഓക്കെ, ആൻസർ എഴുതാം. y is equal to 2 into sec square x എനിക്ക് എന്ത് എഴുതാം tan x മൈനസ് 3 into sec x tan x എന്താണ് sec x ആണ്. സോ sec x പ്ലസ് c. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 21 എന്താണ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്താണ് കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യണം. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് എന്താണ് ഇന്റഗ്രൽ dy is equal to ഇന്റഗ്രൽ ഓഫ് x raised to 1 by 2 എഴുതിക്കൂടെ റൂട്ട് എക്സിനെ പ്ലസ് എന്താണ് ഇതിനെ നമുക്ക് എന്താ x raised to minus 1 by 2 എഴുതിക്കൂടെ? കാരണം താഴെ x raised to 1 by 2 മുകളിൽ പോകുമ്പോൾ x raised to minus 1 by 2 വരും. ഓക്കെ, dx. ഇനി എന്താണ് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക പ്ലസ് ഇന്റഗ്രൽ ഓഫ് x raised to minus 1 by 2 dx. ഓക്കെ, x raised to 1 by 2 എന്ന് പറയുമ്പോൾ x raised to 3 by 2 by 3 by 2. ഓക്കെ, പ്ലസ് x raised to minus 1 by 2 minus 1 by 2 plus 1 is 1 by 2 only. X raised to 1 by 2 divided by 1 by 2 plus c. Okay, അപ്പോൾ ഇത് 2 by 3 x raised to 3 by 2 plus ഇത് മുകളിൽ വരുമ്പോൾ 2 വേണമെങ്കിൽ റൂട്ട് എക്സ് എന്ന് എഴുതാം. x raised to 1 by 2 റൂട്ട് എക്സ് അല്ലേ പ്ലസ് c. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകും. Question number 22. And the question number 22 പറഞ്ഞിരിക്കുന്നത് if d by dx of f of x is equal to 4x cube minus 3 by x raised to 4 such that f of 2 is equal to 0 then f of x is. Okay, അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ കാണാം എന്താണ് അവിടെ c ഇല്ല, പകരം എന്താണ് cക്ക് വാല്യൂസ് ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് f of 2 is equal to 0 എന്ന് തന്നിരിക്കുന്നത് c കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും പ്രോബ്ലം ചെയ്യാം. അപ്പൊ എന്താണ് d by dx of f of x is equal to ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് d by dx of f of x is equal to 4x cube minus 3 by x raised to 4 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് f of x എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് അതായത് രണ്ട് സൈഡിലും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ, അപ്പൊ ഈ ഡിഫറൻസിയേഷൻ ഒന്നും പോകും. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് എഫ് ഓഫ് എക്സിനെ കാണാൻ വേണ്ടി. അപ്പം ഇത് രണ്ടും കൂടെ ഒന്ന് പോകത്തില്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 4x ക്യൂബ് മൈനസ് 3 dx ഏടാ ഇവിടെ വരും അല്ലേ, dx ഇവിടെ വരും. ഓക്കെ, 3 into x 3 by x raised to 4 3 into x raised to minus 4 dx. ഓക്കെ അല്ലേ? സോ ഇനി എന്താണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 4 into x ക്യൂബിന് എന്താ x raised to 4 by 4 എന്ന് വരും. ഓക്കെ അല്ലേ? മൈനസ് 3 into x raised to minus 4 plus 1 അതാണ് മൈനസ് 3 x raised to minus 3 by minus 3. ഓക്കെ, പ്ലസ് c. അപ്പൊ ഈ 3 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഈ 4 കൂടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട് x raised to 4 ഉണ്ട്, പ്ലസ് മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, പ്ലസ് x raised to minus 3 plus c എന്നാണ് നമുക്ക് f of x കിട്ടുന്നത്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് f of 2 is equal to 0 ആണെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ f of x ഇതാണെങ്കിൽ f of 2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? f of ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് ഇട്ടു. ഓക്കെ, f of 2 എന്താണ്? ഇതിന് വരെ ഞാൻ എന്താ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ മതി അല്ലേ, പ്ലസ് 2 the whole raised to minus 3. ഓക്കെ, പ്ലസ് c. ഓക്കെ, അത് എഫ് ഓഫ് 2 ന്റെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 0 എന്ന് ഞാൻ എഫ് ഓഫ് 2 ന്റെ വാല്യൂ കൊടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 16 പ്ലസ്. ഓക്കെ, ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? 2 the whole raised to minus 3 that is 1 by 2 ക്യൂബ് എന്ന് വരും അല്ലേ. അതായത് 2 the whole raised to minus 3 എന്നാണ് വന്നിരിക്കുന്നത്. that is 1 by 2 the whole raised to 3. ഓക്കെ, അതായത് 1 by 2 to the 4 to the 8. ഓക്കെ, പ്ലസ് 1 by 8 പ്ലസ് c.
ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഇനി എന്താ, ഞാൻ ഇവിടെ എൽ സി എടുക്കാൻ പോവാണ്. ഞാൻ സീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, അപ്പൊ മൈനസ് സി ഇസ് ഈക്വൽ ടു 16 into 8 എന്ന് പറഞ്ഞാൽ 128 എന്ന് വരും അല്ലെ. 128 പ്ലസ് 1 by 8. Okay, that is 129 by 8. That is c is equal to minus 129 by 8 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് വി ഹാവ് ടു ഫൈൻഡ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് കാണാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്, therefore എഫ് ഓഫ് എക്സ് is equal to x raised to 4 അതുപോലെ എഴുതി, പ്ലസ് x raised to -3 അതുപോലെ എഴുതി. ഓക്കെ, ഇവിടെ സിക്ക് പകരം മൈനസ് 129 by 8. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇത് ഓപ്ഷൻ എ ആണ് അല്ലെ, എക്സ് റേസ് ടു 4. ഓക്കെ, അവിടെ തന്നിട്ടുണ്ട് ഓപ്ഷൻ എയിൽ 1/x³ എന്ന, എക്സ് റേസ് ടു -3 നമുക്ക് എന്ത് എഴുതാം, 1/x³ എന്ന് എഴുതിയാലും കറക്റ്റ് അല്ലേ. സോ ദാറ്റ് ഇസ് എക്സ് റേസ് ടു 4 പ്ലസ് 1/x³ മൈനസ് 129 by c. സോ ഓപ്ഷൻ എ ഇസ് എ കറക്റ്റ് ആൻസർ. Okay, so ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. So students, if you like my videos, please like, share and subscribe my channel. Thank you so much.